പാണ്ഡവന്മാർക്ക് ലഭിച്ച ചെറിയ ഇടവേളയിൽ ഒരു സദ്യ നടക്കുകയായിരുന്നു. രാജാക്കന്മാരും പ്രമുഖരും നിറഞ്ഞ സദസ്സിൽ പാഞ്ചാലി തന്റെ പതിമാർക്കും മറ്റ് അതിഥികൾക്കും ഭക്ഷണം വിളമ്പി നീങ്ങി. അപ്പോഴാണ് ആ പരിഹാസ ചിരി ഉയർന്നത്. ദുര്യോധനൻ പാഞ്ചാലിയെ നോക്കി പുച്ഛത്തോടെ ഒരു ചോദ്യം എറിഞ്ഞു. "ഏ പാഞ്ചാലി, ഇന്ന് രാത്രി ആരുടെ ഊഴമാണ്? പറയൂ." ആ ചോദ്യം ദ്രൗപദിയുടെ ഹൃദയത്തിൽ ഒരു തീ പോലെ തറച്ചു. 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായ തന്റെ അവസ്ഥയിലേക്ക് ചൂണ്ടി ദുര്യോധനൻ വീണ്ടും പരിഹസിച്ചിരിക്കുന്നു. ദുഃഖവും ദേഷ്യവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. പാഞ്ചാലിയുടെ സങ്കടം സഹിക്കാനാവാതെ ലോകനാഥനായ കൃഷ്ണൻ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. "സഖി ദ്രൗപദി, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഈ ദുഷ്ടന്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കേണ്ട." കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചു. കണ്ണുനീര് തുടച്ച് ദ്രൗപദി പറഞ്ഞു, "എന്റെ സങ്കടം തീരുന്നില്ല മാധവ. അവൻ വീണ്ടും ആ നീചൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഈ അപമാനഭാരം എനിക്ക് താങ്ങാനാവുന്നില്ല." അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ടൊരു രഹസ്യം പങ്കുവച്ചു. "സഖി, നീ ഒട്ടും മടിക്കാതെ സദ്യാലയത്തിലേക്ക് തിരിച്ചു പോവുക. എല്ലാവർക്കും ഭക്ഷണം വിളമ്പുക. ദുര്യോധനൻ ഈ ചോദ്യം വീണ്ടും ചോദിച്ചാൽ നീ ഒട്ടും ഭയപ്പെടാതെ ഉറച്ച ശബ്ദത്തിൽ പറയുക, ഇന്ന് രാത്രി തക്ഷകന്റെ ഊഴമാണ്." കൃഷ്ണന്റെ വാക്കുകൾ ദ്രൗപദിക്ക് പുതിയ ധൈര്യം നൽകി. അവൾ കണ്ണീരൊപ്പി മനസ്സിന്റെ ശക്തി സംഭരിച്ച് വീണ്ടും വിളമ്പാനുള്ള സ്ഥലത്തേക്ക് നടന്നകന്നു. ദ്രൗപദി വീണ്ടും വിളമ്പാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനൻ അവളെ തന്നെ ശ്രദ്ധിച്ചു. തന്റെ പരിഹാസം അവളിൽ ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. "എന്താ പറഞ്ഞില്ലല്ലോ പാഞ്ചാലി, ഇന്ന് രാത്രി ആരുടെ ഊഴമാണ്? പറയൂ." ഇത്തവണ ദ്രൗപദിക്ക് ഭയമുണ്ടായിരുന്നില്ല. കൃഷ്ണൻ നൽകിയ മറുപടി അവളുടെ ചുണ്ടിൽ ഒരു ശക്തി മന്ത്രം പോലെ നിറഞ്ഞു. അവൾ നിവർന്നു നിന്ന് യാതൊരു മടിയുമില്ലാതെ ഉച്ചത്തിൽ മറുപടി പറഞ്ഞു, "ദുര്യോധന, ഇന്ന് രാത്രി തക്ഷകന്റെ ഊഴമാണ്." ഈ മറുപടി കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അമ്പരന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ദുര്യോധനനാണ്. അവന്റെ മുഖം പെട്ടെന്ന് വിളറി. പരിഹാസം നിറഞ്ഞ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഒരക്ഷരം പോലും മിണ്ടാതെ കോപത്തോടെയും പരിഭ്രമത്തോടെയും അവൻ ആ കൊട്ടാരത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ദുര്യോധനന്റെ ഈ അപ്രതീക്ഷിത മാറ്റം കണ്ട അമ്പരന്ന പാഞ്ചാലി കൃഷ്ണനോട് ചോദിച്ചു, "മാധവ, ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ അവൻ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെട്ടത്?" അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "സഖി, ഇതിന് പിന്നിൽ ദുര്യോധനന്റെ ഭാര്യയായ ഭാനുമതിയുടെ ഒരു പഴയ കഥയുണ്ട്. പണ്ട് ഭർത്താവിന്റെ സ്നേഹം വർദ്ധിപ്പിക്കാൻ ഒരു ഋഷിമുനി നൽകിയ ഔഷധക്കൂട്ടും പാലുമായി പോകുമ്പോൾ ഭാനുമതിയുടെ കയ്യിൽ നിന്നും ആ പാൽപാത്രം നിലത്ത് വീണു. ആ പാൽ മുഴുവൻ ഒഴുകിപ്പോയത് തക്ഷകൻ എന്ന നാഗത്തിന്റെ മാളത്തിലേക്കായിരുന്നു. ആദ്യം തക്ഷകൻ കോപാകുലനായെങ്കിലും മുനി കൊടുത്ത ആ ഔഷധക്കൂട്ടിന്റെ ഗുണം ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റുക എന്നതായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കോപം അപ്രതീക്ഷിതമായി ഇല്ലാതായി. തനിക്ക് സ്നേഹപൂർവ്വം നൽകിയ വഴിപാടായി തക്ഷകൻ ആ പാലിനെ സ്വീകരിച്ചു. മാളത്തിൽ നിന്ന് പുറത്തു വന്ന തക്ഷകൻ ഭാനുമതിക്ക് ഒരു വരവും നൽകി. "കൗരവ പത്നി, അവിചാരിതമായിട്ടാണെങ്കിലും നീ എനിക്ക് പാൽ നൽകി ആദരിച്ചു. അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. ഇന്നു മുതൽ നീയോ നിന്റെ കുരുവംശത്തിലുള്ളവരോ ഏതെങ്കിലും സർപ്പത്തിന് പാൽ നൽകി ആദരിക്കുകയാണെങ്കിൽ എന്റെ വംശത്തിൽപ്പെട്ട ഒരു നാഗവും നിങ്ങളുടെ കുലത്തിന് ഒരു ദോഷവും വരുത്തുകയില്ല. ഇതെന്റെ വാക്കാണ്." തുടർന്ന് ഭാനുമതിയിൽ നിന്ന് വിവരമറിഞ്ഞ ദുര്യോധനൻ അബദ്ധത്തിലാണെങ്കിലും തക്ഷകനിൽ നിന്ന് ലഭിച്ച ആ സംരക്ഷണമോർത്ത് സന്തോഷിച്ചു. കൃഷ്ണൻ തുടർന്നു, "സഖി, അന്നു മുതൽ ദുര്യോധനന് തക്ഷകനെ ഭയമാണ്. ആ പേര് കേട്ടാൽ നാഗരാജാവിന്റെ കോപം ഇരന്നു വാങ്ങുമെന്നും തന്റെ കുലത്തിന് ലഭിച്ച ആ വാഗ്ദാനം ലംഘിക്കപ്പെടുമെന്നും അവൻ ഭയന്നു. അതുകൊണ്ടാണ് തക്ഷകന്റെ ഊഴമാണ് എന്ന് നീ പറഞ്ഞപ്പോൾ ഭയന്ന് അവൻ കൊട്ടാരം വിട്ടത്." ദുര്യോധനന്റെ ഈ രഹസ്യ ഭയം അറിയാമായിരുന്ന കൃഷ്ണൻ പാഞ്ചാലിയുടെ അഭിമാനം കാക്കാൻ പ്രയോഗിച്ച അതിബുദ്ധിപരമായ ഒരു തന്ത്രമായിരുന്നു.